നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോഴിക്കോട് CPM-ൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ PSC ജോലി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ ഇരുട്ടിലാക്കുന്നതാണ്. PSC അംഗമാകാൻ ശുപാർശയ്ക്ക് 60 ലക്ഷം, കോഴയായി മുൻകൂർ കൊടുത്തത് 22 ലക്ഷം. PSC അംഗത്വം കിട്ടാത്തപ്പോൾ ഹോമിയോ ഡോക്ടർ ജോലിക്കായി കോഴ. ഇടപാട് നടത്തിയത് CPM ഏരിയ കമ്മിറ്റി അംഗം. കോഴ വാങ്ങിയത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിൽ. പാർട്ടിയിൽ പരാതി വന്നപ്പോൾ അന്വേഷണം, ഇടപാട് നടന്നെന്ന് കണ്ടെത്തൽ, നടപടി വരാത്തപ്പോൾ വാർത്ത പുറത്തു വരുന്നു. ഇപ്പോൾ പാർട്ടിക്കോ സർക്കാരിനോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ലെന്ന് പറയാനാവുന്നില്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പാർട്ടിയും സർക്കാരും പറയണം. നടന്നെങ്കിൽ എന്താണ് നടന്നതെന്ന് തുറന്നു പറയണം. അന്വേഷണം പാർട്ടി നടത്തുന്നു, നടപടി ഉണ്ടാവും എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ ഒത്തുതീരുന്ന പലതിൽ ഒന്നായി കാണേണ്ടി വരും. PSCയുടെ വിശ്വാസ്യത തകർക്കാൻ നീക്കമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ പാർട്ടിക്കാരൻ ഇടപെട്ട് നടത്തിയ ഡീൽ എന്താണെന്ന് തുറന്നു പറയാതെ അവിശ്വാസം കൂട്ടുന്നത് പാർട്ടിയും സർക്കാരുമല്ലേ എന്ന സംശയം ബലപ്പെടുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. PSCയിലെ പിൻവാതിൽ ഡീൽ എന്ത്? പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് CPM-നെ പ്രതിനിധീകരിച്ച് ശ്രീ KS അരുൺകുമാർ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ KM അഭിജിത്ത്, ഒപ്പം PSC ഉദ്യോഗാർത്ഥി PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി കൂടിയായ ശ്രീ MS വിഷ്ണു എന്നിവരാണ്. ആദ്യം ശ്രീ KM അഭിജിത്ത്, ഇവിടെ 60 ലക്ഷം രൂപ PSC അംഗമാകാൻ ശുപാർശയ്ക്കായി കോഴ വേണം എന്ന ആവശ്യപ്പെടൽ, പിന്നീട് 22 ലക്ഷം രൂപ കൊടുക്കൽ, ഇത് ആവശ്യപ്പെടുകയും വാങ്ങുകയും ചെയ്തത് CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം, അദ്ദേഹത്തിന്റെ പേര് പ്രമോദ് കോട്ടൂളി, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം CPM-ന്റെ നിലപാട് MV ഗോവിന്ദൻ പറയുകയുണ്ടായി ഇന്ന്. അതിൽ അദ്ദേഹം പറയുന്നത് അന്വേഷിക്കുന്നുണ്ട് എന്നാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാകട്ടെ, ഈ ചില തട്ടിപ്പുകൾ, പല തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുന്നുണ്ട്, അതിൽ അന്വേഷണവും നടപടിയും ഒക്കെ ഉണ്ടാകുമെന്ന്. അവിടെ ഒരിടത്തും ഇങ്ങനെ പുറത്തു വന്ന വാർത്ത തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ഇനി പാർട്ടിയും സർക്കാരും ചെയ്യേണ്ടത്? എന്താണ് നടന്നത് എന്ന് തുറന്നു പറയുകയല്ലേ വേണ്ടത്? അതിന് പകരമായിട്ട് പിന്നീട് മാധ്യമങ്ങളുടെ മുകളിലേക്ക് വരികയാണ്, നിങ്ങളിങ്ങനെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു, മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കാര്യങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടാനാണ്? യഥാർത്ഥത്തിൽ എന്താണ് കോഴിക്കോട് ഈ PSC കോഴ വിവാദവുമായിട്ട് ഈ വാർത്തകൾക്ക് പിന്നിൽ നടക്കുന്നത്? എന്താണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട്? മഞ്ജുഷ്, ഇത് കേവലം ഒരു കോഴിക്കോടിന്റെ മാത്രമോ ഒരു ചെറിയൊരു വിഷയമോ അല്ല. അപ്പോൾ CPM ഒക്കെ അങ്ങനെ അത് ഒതുക്കി തീർക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലെ ചില സൂചനകളൊക്കെ നമ്മുടെ മുൻപിൽ വരികയാണ്. നോക്കൂ, കപ്പൽ ആടി ഉലയില്ലെന്നും ഈ കപ്പലിന് കപ്പിത്താൻ ഉണ്ടെന്നും പറഞ്ഞ് അവദാനം പാടി നടന്ന അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം പാടിയ ഏറ്റവും ഒടുവിലത്തെ ഏരിയ കമ്മിറ്റി അംഗമടക്കം ഈ കപ്പൽ മുങ്ങാൻ പോകുന്നെന്നും ഇനി ഈ കപ്പലിന്റെ കപ്പിത്താൻ അടക്കമുള്ള ആളുകൾക്ക് തിരിച്ചുവരവില്ല എന്നുമുള്ള തിരിച്ചറിവിൽ നിന്ന് അവസാനത്തെ പോക്കിൽ കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്തുകൊണ്ടുപോകുന്ന, എന്തെല്ലാം നമുക്ക് സ്വന്തമാക്കാൻ വ്യക്തിപരമായി നേരിട്ട് എടുക്കാൻ സാധിക്കുമെന്നുള്ള വലിയ ഗവേഷണം നടത്തി അതെല്ലാം കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലെ PSC അംഗത്വത്തിന് ആ PSC അംഗം എന്ന പദവിയെ ലേലം ചെയ്യുകയാണ് കമ്പോളത്തിൽ. നോക്കൂ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ഗതികേട് നമ്മൾ കണ്ടിട്ടുണ്ടോ? പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, ഉദ്യോഗാർത്ഥികൾ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ്, ഭരണഘടനാ സംവിധാനമാണ് നമ്മളുടെ PSC. ആ പബ്ലിക് സർവീസ് കമ്മീഷനെയാണ് ഈ രീതിയിൽ കച്ചവടവൽക്കരിച്ച് തകർക്കാനുള്ള സമീപനങ്ങൾ ഇവർ സ്വീകരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു ഏരിയ കമ്മിറ്റി അംഗം 60 ലക്ഷം രൂപയ്ക്കാണ് PSC അംഗത്വത്തിന്റെ വില പറഞ്ഞത്. അതിൽ 22 ലക്ഷം രൂപ കൈപ്പറ്റി. ആ 22 ലക്ഷം രൂപ കൈപ്പറ്റി, പക്ഷെ PSC അംഗത്വം ലഭിച്ചില്ല. അതിനിടയിൽ അത് വീണ്ടും സജീവ ചർച്ചയാകുമ്പോൾ ഞങ്ങൾ ഇത് പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട മറ്റ് പരാതികൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോഴും സത്യത്തിൽ ഈ പരാതിക്കാരന് തുറന്നു പറയാൻ മടിയോ അല്ലെങ്കിൽ ഭയമോ ആണ്. 60 ലക്ഷം രൂപ വേണോ അല്ല ജീവൻ വേണോ എന്ന് ചോദിച്ചാൽ തൽക്കാലം ജീവൻ മതി എന്നുള്ള നിലപാടെടുക്കപ്പെടുകയാണ് ഇവിടെ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടോ അഭിജിത്ത്? അങ്ങനെ നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യമാണോ ഇത്? അങ്ങനെ ഒരു പരാതിയുമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ആരും വരാത്തത് ഇതുകൊണ്ടാണോ? ഇപ്പോൾ
ഏറ്റവും ഒടുവിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് PSC അംഗത്വം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്രയും പണം മുടക്കാൻ തയ്യാറായതും അതിൽ ഇത്ര രൂപ 22 ലക്ഷം രൂപ ആദ്യം കൊടുത്തതും. അത് നടക്കാതെ വന്നപ്പോൾ പിന്നീടൊരു ജോലി മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു, അതിന്റെ ഡീലുകൾ നടന്നു. ഈ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ഇതൊന്നും പാർട്ടിയോ സർക്കാരോ സ്ഥിരീകരിച്ചതല്ല. പക്ഷെ ഇവിടെ സംശയമുള്ളത് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന കാര്യങ്ങളൊന്നും നിഷേധിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിലൊരു ഒത്തുതീർപ്പ് നടന്നിട്ടുണ്ടാവും എന്ന കാര്യവും അനുമാനിക്കാവുന്നതാണ്. ഇതെല്ലാം അനുമാനം മാത്രമാണ്. അതല്ലാതെ അവിടെ ഇത്രയും ഈ മന്ത്രിയുടെ പേര് അതിലേക്ക് കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പാർട്ടിയിലെ ഈ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിച്ചതായിരിക്കാം. അങ്ങനെയും വരാം കാര്യങ്ങൾ. നിങ്ങൾ അന്വേഷിച്ച് തന്നെയാണോ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്? ഇങ്ങനൊരു ഭീഷണി ഈ പണം കൊടുത്ത ആൾക്കെതിരെ ഉണ്ട് എന്നുള്ളത്. പണം കൊടുത്തു എന്ന് പരസ്യമായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല. മഞ്ജുഷ് കൃത്യമായി നിങ്ങളൊന്ന് വെറുതെ കോഴിക്കോട്ടെ ചില പത്ര സ്ഥാപനങ്ങളിലെ ആളുകളെ ബന്ധപ്പെടുക. ആ പത്രസ്ഥാപനങ്ങളിലെ റിപ്പോർട്ടർമാരടക്കമുള്ള ആളുകൾ ഈ പരാതി ഉന്നയിച്ചിരിക്കുന്ന കുടുംബത്തെ ബന്ധപ്പെട്ടല്ലോ. അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പുറത്ത് പറയാൻ സാധിക്കില്ല. അപ്പൊ ആ രീതിയിൽ ഭയപ്പെടുകയാണെന്നേ. ഇത് വെറുതെയുള്ള ആരോപണമല്ലല്ലോ. ഇനി വേണ്ട, ഇതൊരു വെറും ഒരു പുകമറയാണ് എന്ന് അല്ലെങ്കിൽ ഒരു വെറും ആരോപണമാണ് എന്ന് നിങ്ങൾ വെറുതെ പ്രതീക്ഷിച്ചു നോക്ക്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മറ്റ് വകുപ്പുകൾക്കാണ് പ്രധാന ചുമതലയെങ്കിലും പക്ഷേ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ അടക്കം അദ്ദേഹത്തിലേക്ക് പോലും ചോദ്യശരം ഉന്നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഈ സമയം വരെ ഇത് തെറ്റാണെന്നോ കേരളത്തിലെ പ്രമുഖ പത്രദൃശ്യ മാധ്യമങ്ങൾ അങ്ങയുടെ സ്ഥാപനമടക്കമുള്ള പത്രദൃശ്യ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത തെറ്റാണെന്നോ അത് തിരുത്തണമെന്നോ പറയാൻ CPM-ന്റെ ഏരിയ കമ്മിറ്റിയോ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ തയ്യാറായിട്ടില്ല. കാരണം അവർക്കറിയാം ഈ പരാതിയിൽ പുറത്തു വരുന്ന വാർത്തകളിൽ കഴമ്പുണ്ട് എന്നുള്ള വിശ്വാസം പാർട്ടിക്കുണ്ട്. ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി എന്താണ്? ഈ പരാതിയൊക്കെ ശരിവെക്കുന്നതല്ലേ? മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ, നോക്കൂ ഇത് ദൃശ്യ മാധ്യമങ്ങൾ പറയുന്ന ആരോപണമാണ് എന്നല്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. അതെ, ഇങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. ആരായി ചില ആളുകൾ എന്ന് പറയുന്നതാണ് ഏരിയ കമ്മിറ്റി അംഗം. ഇനി മഞ്ജുഷേ, ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് PSC-യുടെ ഒരു PSC അംഗം എന്ന പദവിയെ വിൽപ്പനയ്ക്ക് വെക്കാൻ സാധിക്കുമോ? ഇല്ല. മറിച്ച് അത് വിൽപ്പനയ്ക്ക് വെക്കുന്നത് ആരാ? യുവജന പ്രസ്ഥാനത്തിന്റെ ജില്ലാ നേതൃസ്ഥാനത്തിരുന്ന സംസ്ഥാന CPM രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ആളുകളുമായി അഭേദ്യ ബന്ധമുള്ള CITU-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള പദവികളിൽ ഇരിക്കുന്ന കോഴിക്കോട്, നേരത്തെ സൂചിപ്പിച്ചു, കോഴിക്കോട് പോലെ ഒരു നഗരത്തെ അടക്കി വാഴുന്ന ചില കോക്കസുകൾ കോഴിക്കോട്ടെ CPM-ലൊക്കെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് അവർ അംഗീകരിച്ചു തരില്ലെങ്കിലും കോഴിക്കോട്ടെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇത്തരം ചില കോക്കസുകളാണ്. ആ കോക്കസിന് നേതൃത്വം കൊടുക്കുന്ന CPM നേതാക്കളുമായി അഭേദ്യ ബന്ധമുള്ള ആളാണ് കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുകൾ. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അയാൾക്ക് മാത്രമല്ല ഈ കച്ചവടത്തിന്റെ പങ്ക്. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കച്ചവടം നടത്താൻ സാധിക്കില്ല. ഇനി അയാളെ മാത്രം കണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ച പരാതിക്കാർ 60 ലക്ഷം രൂപ കൊടുക്കുകയുമില്ല. 60 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 60 ലക്ഷം രൂപയ്ക്ക് ആ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ 22 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഈ ഉന്നത അധികാരങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത് വലിയൊരു കറപ്ഷനാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മഞ്ജുഷ്, അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് പറഞ്ഞല്ലോ കേരളത്തിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തെ വിശ്വസിച്ച് അവർക്കൊരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ആ PSC-യുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? 2019 മഞ്ജുഷ അന്ന് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യില്ലായിരുന്നോ? അന്ന് നമ്മളൊക്കെ പല ചർച്ചകളും നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ? തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ അഖിൽ എന്ന് പറയുന്ന ഒരു SFI-കാരന്റെ ഇടനെഞ്ചിലേക്ക് മറ്റൊരു SFI ക്രിമിനൽ കത്തി കുത്തി ഇറക്കിയപ്പോ അതിനുശേഷം ഞാനടങ്ങുന്ന KSU-കാരും യൂത്ത് കോൺഗ്രസ്സുകാരും അടങ്ങുന്ന പൊതുസമൂഹം തെരുവിലേക്ക് ഇറങ്ങിയപ്പോ അവിടെ സമരങ്ങൾ നടത്തിയപ്പോ പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഈ കത്തിക്കുത്തിന് നേതൃത്വം കൊടുത്ത SFI-യുടെ ക്രിമിനലുകളായ നേതാക്കൾ PSC പരീക്ഷയിൽ 1ഉം 2ഉം 23-ാം സ്ഥാനക്കാരുമായി വരുന്നു എന്നുള്ള ദയനീയ കാഴ്ച നമ്മൾ കണ്ടു. അത് നമ്മൾ അന്ന് സമരം നടത്തുമ്പോ PSC-യുടെ സുതാര്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചപ്പോ അല്ല മഞ്ജുഷ, ഒരു മിനിറ്റ്, അന്ന് ഇതേ മുഖ്യമന്ത്രി
ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അങ്ങനെ ഒരു കാര്യമില്ല, PSC അപകീർത്തിപ്പെടുത്താനാണ് KSUക്കാർ സമരം നടത്തുന്നത്. അന്നത്തെ പാർട്ടി സെക്രട്ടറി വിജയരാഘവൻ പറഞ്ഞു KSUവിന്റെ സമരത്തെ അധിക്ഷേപിച്ചു. ഒടുവിൽ PSC പരീക്ഷയിൽ തട്ടിപ്പ് നടന്നുവെന്ന് ഇവർക്ക് തന്നെ സ്ഥിരീകരിക്കേണ്ടി വന്നു. ആ കേസടക്കം നിങ്ങൾ നോക്കൂ. അന്ന് PSC അട്ടിമറിച്ച ശിവരഞ്ജിത്തും നസീമും പ്രണവും അടങ്ങുന്ന ക്രിമിനൽ സംഘത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിച്ചതെങ്കിൽ രണ്ടാം പിണറായി വിജയന്റെ നിലപാട് അത് തുടരുകയാണെങ്കിൽ ഇന്ന് PSC അംഗം എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെ ലേലം ചെയ്യുന്നു എന്ന ഗതികേടിലേക്ക് അഡ്വക്കേറ്റ് KS അരുൺകുമാർ കൂടി എത്തിയിട്ടുണ്ട്. ഒപ്പം PSC ഉദ്യോഗാർത്ഥി അദ്ദേഹം അന്ന് ഈ താങ്കൾ സൂചിപ്പിച്ച ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടന്നപ്പോൾ അതിന്റെ മുൻനിരയിലുണ്ടായിരുന്ന MS വിഷ്ണുവാണ് PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധിയായിട്ട്. ഞാൻ വിഷ്ണുവിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ KS അരുൺകുമാർ, ഇത് പാർട്ടിയും സർക്കാരും കുറച്ചുകൂടി വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുകയാണ് എങ്കിൽ ഇക്കാര്യത്തിൽ PSC ഉദ്യോഗാർത്ഥികളുടെ ഈ ഒരു ആശങ്ക, അവരെ ഇരുട്ടിൽ നിർത്തുന്ന ഒരു കാര്യം ഒഴിവാക്കാമായിരുന്നു. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു PSCയുടെ വിശ്വാസ്യത തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയുള്ള തട്ടിപ്പുകളുമുണ്ട്, അതിൽ നടപടി ഉണ്ടാകുമെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ അത് നിഷേധിച്ചിട്ടില്ല, സർക്കാരും നിഷേധിച്ചിട്ടില്ല, പാർട്ടി സെക്രട്ടറിയും അത് തന്നെയാണല്ലോ പറഞ്ഞത്. പക്ഷേ അതൊരു പാർട്ടി അന്വേഷണം നടന്നാൽ മതിയോ എന്നുള്ള സംശയം സ്വാഭാവികമാണല്ലോ. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന കാര്യം തുറന്നു പറയുവാനായിട്ട് മടി എന്തിനാണ് ശ്രീ KS അരുൺകുമാർ? PSC എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വളരെ ശ്രദ്ധയോടെ വളരെ ആകർഷകമായിട്ട് നോക്കിക്കാണുന്ന ഒരു സംവിധാനമാണ്, ഭരണഘടനാ സംവിധാനമാണ്. കാരണം കഴിഞ്ഞ വർഷം 2023 ഈ രാജ്യത്ത് നടന്ന നിയമനങ്ങൾ, സർക്കാർ സർവീസിലേക്ക് ആകെ നടന്ന നിയമനം 51,498 അതിൽ 34,110 നിയമനവും നടന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. ശതമാനം വെച്ച് നോക്കിയാൽ നമുക്കറിയാം ഭൂരിഭാഗം നിയമനവും ഈ കേരളത്തിലാണ്. മറ്റു പല സംസ്ഥാനങ്ങളെടുത്ത് നോക്കിയാൽ 600ഉം 500ഉം നിയമനം ഒരു വർഷം നടന്ന സംസ്ഥാനം വരെ ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് അതിന്റെ കണക്കുകളെല്ലാം പുറത്തു വന്നതാണ്. PSC അംഗങ്ങളെ നിശ്ചയിക്കുന്നതും എല്ലാം ഭരണഘടനാപരമായിട്ട് തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 315, 316 ആ ആർട്ടിക്കിളുകളാണ് PSC അംഗത്തെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്തയും അതിനുശേഷം ഇവിടെ ഒരു ദിവസമായി മാധ്യമങ്ങളടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച, പ്രത്യേകിച്ച് പ്രതിപക്ഷമടക്കം വസ്തുതാവിരുദ്ധമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളെല്ലാം ഇതൊന്നും പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് പരാതി പോലീസിന് കൊടുക്കാം, PSC ചെയർമാന് കൊടുക്കാം, മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും മറ്റ് അതോറിറ്റിക്കുമെല്ലാം പരാതി കൊടുക്കാം. അങ്ങനെ പരാതി വന്നാൽ ആ പരാതിയിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ, അത് അന്വേഷിക്കാനും നടപടി സ്വീകരിക്കാനുമുള്ള സംവിധാനം കേരളത്തിലുണ്ട്. ഇന്ന് കേരളത്തിൽ കൃത്യമായി നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. PSCയുടെ പേരിൽ പലരും പല രൂപത്തിൽ, കാരണം അടുത്ത കാലത്ത് ചില വാർത്തകളൊക്കെ വന്നല്ലോ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു അധികാരവുമില്ലാത്ത ആളുകൾ പലതരത്തിൽ PSCയുടെ പേരിൽ നടത്തുന്ന ചെറിയ ചെറിയ തട്ടിപ്പുകളെല്ലാം പുറത്തു വരികയും അന്നെല്ലാം നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള പരാതിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. ഈ വിഷയം പാർട്ടിയുടെ മുന്നിൽ വന്നിട്ടില്ല. അത്തരത്തിൽ വരുമ്പോൾ കൃത്യമായി പാർട്ടി പ്രതികരിക്കും. ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ, PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് തന്നെ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹവും പത്രക്കാർ കൃത്യമായി ചോദ്യങ്ങൾ തിരിച്ചും മറച്ചുമെല്ലാം ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന സാഹചര്യമുണ്ട്. പരാതി ഉള്ളവർ പരാതി ഉന്നയിക്കട്ടെ, വിഷയം ഉന്നയിക്കട്ടെ, അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടി ഗവൺമെന്റ് നടത്തും. കാരണം അടുത്ത കാലത്ത് ഉയർന്നു വന്ന വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്ത് തന്നെയാണ് ഗവൺമെന്റ് പോയിട്ടുള്ളത്. പരാതി കൊടുക്കേണ്ടത്. പക്ഷെ പാർട്ടിക്കുള്ളിൽ ഇങ്ങനെയുള്ള ഒരു പരാതി വന്നിട്ടുണ്ട്, അത് പാർട്ടി തന്നെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. പാർട്ടിയുടെ ജില്ലാ ഘടകവും ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ പേരിൽ ഇങ്ങനെ പണം വാങ്ങി എന്നുള്ള കാര്യം ഉള്ളതിനാൽ പാർട്ടിയുടെ സംസ്ഥാന ഘടകവും ഇക്കാര്യം അന്വേഷിച്ചിട്ടുണ്ട്. അദ്ദേഹം അംഗമായിരിക്കുന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് അവിടം വരെ അന്വേഷണം വന്നിട്ടുണ്ട് എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. പക്ഷേ ഇന്ന് MP ഗോവിന്ദൻ പറഞ്ഞപ്പോഴും ഇത് നിഷേധിച്ചിട്ടില്ല ശ്രീ KS അരുൺകുമാർ. അതുകൊണ്ടാണ് സംശയം കൂടുന്നത്. വേറെ ആരും ഉന്നയിച്ച ആരോപണങ്ങളല്ല ഇത്. പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ പരാതി വന്നതിനെ കുറിച്ചാണ് പൊതുസമൂഹത്തിലേക്ക് വാർത്തകൾ വന്നതും അത് ചർച്ചയിൽ വന്നതും. ഇത് നിഷേധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇനി ഇതിപ്പോൾ നുണയാണെന്ന് വെച്ചോളൂ ഈ വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ എന്താണ് നുണ? ഇങ്ങനെയൊരു അന്വേഷണം പാർട്ടിക്കുള്ളിൽ നടന്നിട്ടില്ലേ? എന്താണ് ഈ പ്രമോദ് കോട്ടുള്ളി എന്നുള്ള ആൾ, അദ്ദേഹത്തിനെതിരെയാണല്ലോ ഈ പരാതികളൊക്കെ ഉള്ളത്. അത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ് എന്നുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പാർട്ടി പറയുന്നില്ല എന്നുള്ള സംശയമാണ് KS അരുൺകുമാർ ഉള്ളത്. അല്ലാതെ ഇവിടെ PSCയുടെ വിശ്വാസ്യത തകർക്കുവാനുള്ള ഒരു കാര്യവുമില്ല. അതിലേക്ക് പോയിട്ട് പോലുമില്ല. PSCയെ ഇതിനകത്ത് ബന്ധിപ്പിക്കുകയും വേണ്ട. ഇങ്ങനെ കാര്യങ്ങൾ പാർട്ടിയിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഇല്ല
എന്ന് ഉറപ്പിച്ച് പറയുവാൻ പാർട്ടി സെക്രട്ടറിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയും ഇക്കാര്യം ആ രീതിയിൽ നിഷേധിച്ചിട്ടില്ല നിയമസഭയിൽ. ഇല്ല, ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ ജില്ലാ കമ്മിറ്റികളിലുമെല്ലാം നടക്കുന്ന ചർച്ചകൾ പല രൂപത്തിൽ തന്നെ മാധ്യമങ്ങളുടേതായിട്ട് രീതിയിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ പാർട്ടി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം റിവ്യൂവിന്റെ ഭാഗമായിട്ട് നടത്തിയ ചർച്ചകളെല്ലാം ഓരോരുത്തരും ഓരോ രീതിയിൽ തന്നെയാണല്ലോ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ സഖാവ് സീതാറാം യെച്ചൂരിക്കെതിരെ സഖാവ് EP ജയരാജൻ തുറന്നടിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞ് വാർത്ത പുറത്തു വന്നു. പിറ്റേ ദിവസം അതിൽ ചർച്ചയിൽ പങ്കെടുത്തവരുടെ പേര് വന്നപ്പോൾ ശ്രീ EP ജയരാജന്റെ പേര് പോലും ഇല്ല. ശ്രീ സീതാറാം യെച്ചൂരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ശ്രീ EP ജയരാജൻ ചർച്ചയിൽ പോലും പങ്കെടുക്കാത്ത ആളാണ് ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞുള്ള വിവരം. അപ്പൊ അത്തരം വിവരങ്ങൾ ആധികാരികമായിട്ട് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ ശ്രീ മുഹമ്മദ് റിയാസും പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഇന്ന് വാർത്തകളിൽ വന്നപ്പോഴാണ്, പലരും ചോദിച്ചപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ വരട്ടെ, പരാതി വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും, അല്ലെങ്കിൽ പരാതിയുള്ളവർ അത് ഉന്നയിക്കും. അത്തരത്തിൽ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ അത് പരിശോധിക്കാം. ഇപ്പോൾ നിലവിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽ അതില്ല, അത്തരത്തിലൊരു വിഷയം പാർട്ടിയുടെ മുന്നിൽ വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വരികയാണ് കൃത്യമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ അതിൽ വ്യക്തമാക്കും, അതേ പറയാനുള്ളൂ. അല്ല, അങ്ങനെ അല്ല ശ്രീ KS അരുൺകുമാർ, അങ്ങനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയും അങ്ങനെയില്ല. എനിക്ക് തെറ്റിപ്പോയതാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ N ഷംസുദ്ദീന്റെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കാം. അതിൽ നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കിയ കാര്യം, അതുപോലെ അഭിജിത്ത് മനസ്സിലാക്കിയ കാര്യവും ഏതാണ് ശരിയെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം, മുഖ്യമന്ത്രിയുടെയും ഷംസുദ്ദീന്റെയും. സർ, ഇന്ന് ഏറ്റവും വലിയൊരു വാർത്ത, ഒരു PSC അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് 60 ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ 22 ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിന്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ. ഇതിനു മുമ്പും PSC അംഗമാകുന്നതിന് ഇങ്ങനെ പണം കൈക്കൂലി കൊടുക്കുന്ന ഒരു വാർത്തകൾ വന്നിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ഈ ജോലിയും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇപ്പൊ കോഴിക്കോട്ട് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ എന്ത് നടപടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? PSC എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ കാര്യങ്ങൾ ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ്. ആ സ്ഥാപനത്തെ, അല്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യകരമായൊരു വശമാണത്. അത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റു പ്രശ്നങ്ങൾ, തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. ശരി, ഇതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി. ഇതിനകത്ത് ഈ ഷംസുദ്ദീൻ ചോദിച്ച ചോദ്യത്തെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അങ്ങയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ? ഈ പാർട്ടിയിൽ അന്വേഷണം നടക്കുന്ന കാര്യം താങ്കൾ ശ്രദ്ധയിൽച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ശ്രീ KS അരുൺകുമാർ, അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഓക്കെ, ഇതൊരു ചർച്ചാ വിഷയമേ ആകില്ലായിരുന്നു. ഇല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ വളരെ കൃത്യമായി തന്നെ ഓരോ വിഷയങ്ങളിലും മറുപടി കൊടുക്കുന്നതും ആ മറുപടി വളരെ ഗൗരവമായി നമ്മളെല്ലാം ചർച്ചകളിൽ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്, ഏത് PSCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. തട്ടിപ്പുകൾ നാട്ടിൽ പലതരം നടക്കുന്നുണ്ട്. അത് ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ പൊതു കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ഗവൺമെന്റിന്റെയോ പാർട്ടിയുടെയോ ശ്രദ്ധയിൽ അത്തരം വിഷയങ്ങൾ വന്നിട്ടില്ല എന്ന് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം. വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതിയെ ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരാതി ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശരി, ശ്രീ KS അരുൺകുമാർ, പക്ഷേ എനിക്ക് മനസ്സിലായത് ഇതാണ്, അതിന്റേതായിട്ടുള്ള പാർട്ടിയുടെയോ അല്ലല്ല സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ശ്രീ അഭിജിത്ത്, ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ അഭിജിത്ത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്?
നോക്കൂ മഞ്ജുഷ്, ഒരു ആരോപണത്തിന്റെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ യുവജനങ്ങളെയെല്ലാം ബാധിക്കുന്ന വിഷയത്തിൽ ഒരു ആരോപണത്തിന്റെ എന്ന് കേട്ടാൽ സമരരംഗത്തേക്ക് ഇറങ്ങിയ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം കേവലം വലിയ കൊള്ളക്കാരന്റെയും അഴിമതിക്കാരന്റെയും കുഴലൂട്ടുകാരായി മാറേണ്ടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അവരോട് കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നിങ്ങൾ തന്നെ നോക്കൂ മഞ്ജുഷ്, കേരളത്തിന്റെ നിയമസഭയിലാണ് എന്തെല്ലാം മറുപടികൾ വാദോരാതെ പറഞ്ഞ ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി പോലും ഇവിടെ ഇപ്പോൾ അരുൺകുമാർ നിരത്തുന്ന പോലെ പ്രതിരോധവാദങ്ങളൊന്നും ഉയർത്തുന്നില്ലെന്നേ. കൃത്യമായി മുഖ്യമന്ത്രിക്കും ബോധ്യമുണ്ട് ഇതിൽ എന്തെല്ലാമോ നടന്നിട്ടുണ്ട്. ഇവിടെ കോഴ ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല വസ്തുതകളുമുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ പടച്ചട്ട അണിയുമായിരുന്ന മുഖ്യമന്ത്രി അതിലേക്ക് പോകാതിരുന്നത്, അങ്ങനെയൊന്നും പടച്ചട്ട അണിഞ്ഞിട്ട് കാര്യമില്ല എന്നും ഇത് വസ്തുനിഷ്ഠപരമായി ഈ പരാതി ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണ്. പിന്നെ ഇന്ന് അരുൺകുമാർ പറയുന്നു ഇതൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നോക്കൂ, കേരളത്തിന്റെ മുഖ്യധാര മാധ്യമങ്ങൾ ഇന്നലത്തെ രാവിലത്തെ പത്രത്തിലടക്കം ഈ വാർത്തയുണ്ട്. ഇന്നലെ രാവിലെ മുതൽ പത്രദൃശ്യ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ CPM നേതാക്കളടക്കം ഇതിന് മറുപടി, ഇപ്പോൾ ഇന്നലെ പാർട്ടി സെക്രട്ടറിയുടെ അടക്കം മറുപടി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ CPM-ലെ പല ആളുകളും സാമ്പത്തികത്തോട് വലിയ തൽപരരാകുന്നു എന്നുള്ള വാർത്തയും ഇന്നത്തെ പത്രങ്ങളിൽ കാണുകയാണ്. അപ്പൊ ഇത് ഇന്ന് രാവിലെ സഭയിൽ ഉന്നയിച്ച രാവിലെ വന്നൊരു വിഷയമല്ലെന്നേ. ഇത് ഇന്നലെയെ അന്തരീക്ഷത്തിലുള്ള പത്രദൃശ്യ മാധ്യമങ്ങളിലുള്ള വാർത്തയാണ്. അത് മുഖ്യമന്ത്രിക്ക് വായിക്കാനും സ്ഥിരീകരിക്കാനും ഒക്കെയുള്ള സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിനൊരു പ്രതിരോധം തീർക്കാതിരുന്നത് ആ പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒരാളുടെ ബൈറ്റ് കൂടി കേട്ടതിന് ശേഷം ഞാൻ വിഷുവിലേക്ക് പോയിട്ട് നിങ്ങളിലേക്ക് ഒരാളുടെ ബൈറ്റ് കൂടി കേൾക്കണം. MP ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞ കാര്യം കൂടി, ശ്രീ MP ഗോവിന്ദന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ. അത് പാർട്ടി ആവശ്യമായ പരിശോധന നടത്തി നിലപാട് സ്വീകരിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കുന്നേ ഉള്ളൂ. ഗവൺമെന്റും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കർശനമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ PSC മെമ്പർമാരെ ജയിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് നിശ്ചയിക്കുന്നത്. CPIM-ന്റെ നിയമന രീതി എല്ലാവർക്കും അറിയുന്നതാണ്. നല്ല മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ PSC മെമ്പറെ പോലുള്ള ആ സ്ഥാനങ്ങളിലൊക്കെ നിശ്ചയിക്കുള്ളൂ. അതെല്ലാം തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. റിയാസ് അത് കൃത്യമായിട്ട് നിഷേധിച്ചു. യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടലോ അതിനടുത്ത് മാത്രമല്ല ഞങ്ങൾക്കറിയാലോ ഇല്ല, വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതായത് PSC മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം. അപ്പോൾ അത് വളരെ വ്യക്തമായ ധാരണയുള്ളതാണ്. ആ ധാരണ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. പോലീസിന്റെ മുമ്പിൽ കിട്ടിയിട്ട് പോലീസ് അന്വേഷിക്കട്ടെ. നമുക്ക് എന്താർക്കും ഞങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ട, CBI അന്വേഷിക്കേണ്ട, ED അന്വേഷിക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ആരെ അന്വേഷിച്ചു? ശരി, അടിസ്ഥാനരഹിതമായ ആരോപണമെന്ന് MP ഗോവിന്ദനും പറഞ്ഞിട്ടില്ല. പാർട്ടി അന്വേഷിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അരുണിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ MS വിഷ്ണു, നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണോ ഇത്? അതോ പാർട്ടിയും സർക്കാരും ഇങ്ങനെയൊരു വിശദീകരണം നൽകിയതോടുകൂടി ഇത്തരം ഒരു വാർത്തയുടെ മുനയൊടിഞ്ഞു എന്നാണോ വിഷ്ണു കരുതുന്നത്? അല്ല, ഇത് മുനയൊടിക്കലിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഈ ഗവൺമെന്റ് നിലവിൽ വന്നതിന് ശേഷം ഈ 8 വർഷം കൊണ്ട് കേരളത്തിലെ PSC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ കുഴിച്ചു മൂടിയിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഇവിടെ നിലവിലുള്ളതെന്ന് സാധാരണക്കാരന് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. കുറെ കള്ളക്കണക്കുകളാണ് അവതരിപ്പിക്കുന്നത്. ഈ പ്രിയപ്പെട്ട സഖാവ് അരുൺകുമാർ ഇവിടെ വന്നിരുന്നത് എന്തിനാണ് ഇങ്ങനെ പച്ച കള്ളത്തരം എഴുന്നള്ളിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ അടുത്തൊക്കെ പുച്ഛമല്ലാതെ മറ്റൊന്നും പറയാനില്ലേ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട്? എന്ന് പറഞ്ഞാൽ 2010 നിങ്ങൾക്ക് ഓർമ്മയില്ലേ, യൂണിവേഴ്സിറ്റി കോളേജിൽ സഹപാഠിയെ കുത്തിമലർത്തി ചോദ്യ പേപ്പർ ചോർത്തിയെടുത്ത് PSC പരീക്ഷ അട്ടിമറിച്ച ശിവരഞ്ജിത്തിന്റെ നസീമിന്റെയൊക്കെ കഥ. ഈ ക്രിമിനലുകൾ കാരണം ജീവിതം പെരുവഴിയിലായ 7000-ഓളം ചെറുപ്പക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. ഈ മുഖ്യമന്ത്രി ഒരു നവകേരള ബസ്സും യാത്ര ചെയ്ത് 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു ബസ്സിൽ ഈ രാജ്യം മൊത്തം കറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ തൊട്ടു മുന്നിൽ അദ്ദേഹത്തിന്റെ മുറ്റത്ത് മുട്ടിലിഴഞ്ഞും മണ്ണ് തിന്നും പുല്ല് ഭക്ഷിച്ചും ഒക്കെ സമരം ചെയ്ത യുവാക്കളെ കാണാൻ തയ്യാറാകാതെ ഈ നാട്ടിലെ പ്രഭുക്കന്മാരെ തേടിപ്പോയ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ നാട്ടിൽ എന്താണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഈ PSC-യെ എന്തിനു വിശ്വസിക്കണം? ഈ PSC-യിലുള്ള വിശ്വാസം ചെറുപ്പക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 50% നിയമനം നടത്തിയെന്ന് അഭിമാനത്തോടുകൂടി ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് അരുൺകുമാറിന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുമോ? എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പഠിച്ച് നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളെ നടത്തിയുള്ള നിങ്ങൾ യൂണിഫോം തസ്തിക എല്ലാം പരിശോധിച്ച് നോക്കി നോക്കൂ. LGS, LD ഏതെങ്കിലും ഒരു തസ്തികയിൽ
ഇപ്പൊ മറ്റൊരു ചാനൽ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതി. എന്തിനേറെ 100 ക്വസ്റ്റ്യൻ നേരാവണ്ണം 100 ക്വസ്റ്റ്യൻ തയ്യാറാക്കി ഒരു പരീക്ഷ നടത്താൻ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥരെ ഈ PSC യിൽ നിയമിക്കാൻ സാധ്യമാകാത്ത ഒരു ഗവൺമെന്റാണ് കേരളം. തെളിവ് ഞാൻ തരാം, തെളിവ് എൻ്റെ കയ്യിലുണ്ട്. 100 ചോദ്യം നേരാവണ്ണം 100 ചോദ്യം തയ്യാറാക്കി ഒരു പരീക്ഷ നടത്തി അതിന്റെ മൂല്യനിർണ്ണയം നടത്തി മാന്യമായി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഈ നാട്ടിലെ പഠിക്കുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഗതികെട്ട ഗവൺമെന്റാണ് ഈ നാട്ടിലുള്ളതെന്ന് ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെ താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയമുണ്ടല്ലോ, ഈ PSC യിലെ 2 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഈ PSC അംഗമാകുവാനായിട്ട് കോഴ നൽകി, അതല്ലെങ്കിൽ അവിടെ ജോലി കിട്ടുന്നതിന് വേണ്ടി ഒരു ഹോമിയോ ഡോക്ടറുടെ ജോലി കിട്ടാൻ. രണ്ടിലേതാണ് എന്നുള്ള കാര്യം, ആ പരാതിയിൽ എന്തായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പാർട്ടിയാണ് പറയേണ്ടത്. പക്ഷേ അരുൺ പറയുന്നു പാർട്ടിയിലേക്ക് അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല എന്ന്. എനിക്ക് MV ഗോവിന്ദന്റെ ബൈറ്റ് കേട്ട് നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം അവിടെ അങ്ങനെ പാർട്ടി ഇത് അറിഞ്ഞിട്ടുണ്ട്, അക്കാര്യം പാർട്ടി അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. വിഷ്ണുവിന് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്? പാർട്ടി അറിഞ്ഞാലും ഗവൺമെന്റ് അറിഞ്ഞാലും പിന്നെ പ്രിയപ്പെട്ട MV ഗോവിന്ദൻ സഖാവ് അറിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ വ്യക്തമായ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിവിടെ പബ്ലിക് സർവീസ് കമ്മീഷനെ ആശ്രയിച്ച് പിന്നെ ഇവിടെ എക്സാം എഴുതുന്ന ചെറുപ്പക്കാർക്കും ഈ ഗവൺമെന്റ് നടത്തുന്ന അഴിമതികളെ കുറിച്ച് വ്യക്തമായ ധാരണ എത്തിയിട്ടുണ്ട്. ഇനി പാർട്ടി അറിഞ്ഞോ അതൊക്കെ അവരുടെ കാര്യമാണ്. പാർട്ടി അറിഞ്ഞോ ഞങ്ങൾ അറിയേണ്ട ആവശ്യം എന്താ? പാർട്ടി അറിഞ്ഞിട്ട് പാർട്ടി എത്ര പരിശോധന നടത്തുന്നുണ്ട് ഇവിടെ? എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഞങ്ങൾ നടത്തിയ സമരത്തിൽ ആ LGS ഉദ്യോഗാർത്ഥികൾ 2019 സെക്രട്ടേറിയറ്റ് നടത്തിയ സമരത്തിൽ പാർട്ടി അറിഞ്ഞുകൊണ്ട് ബഹുമാന്യനായ AA റഹീമിന്റെ പിന്നെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന സമരത്തെ ഒറ്റുകൊടുത്തില്ലേ? ആ LGS സമരത്തെ. ഇല്ലെങ്കിൽ എത്രയോ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുമായിരുന്നു. പിന്നെ സെക്രട്ടേറിയറ്റ് വിളിച്ച് ബഹുമാന്യനായ AK ബാലൻ ചർച്ച നടത്തിയ ശേഷം ഒരു രേഖാമൂലമുള്ള ഒരു തെളിവ്, ഒരു രേഖാമൂലമുള്ള ഒരു ഉറപ്പ് ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഒരു രേഖാമൂലമുള്ള ഉറപ്പും തരാതെ പിന്നിൽ നിന്ന് സമരത്തെ കുത്തിമലർത്തിയ ശേഷം ആ സമരത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരെ ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ശേഷം സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ലഡു വിതരണം നടത്തിയ ആൾക്കാരുള്ള കേരളത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ പറയുന്നത് എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഗവൺമെന്റിലും വിശ്വാസമില്ല, ഈ പറയുന്ന ഈ സംവിധാനത്തിലും വിശ്വാസമില്ല. എൻ്റെ അഭിപ്രായത്തിൽ PSC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു കുറെ പേരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഇത് ഉപയോഗിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിയമനം എന്ന് പറയുന്ന ഒരു തസ്തികയിലും ആവശ്യത്തിന് നിയമനമില്ല. കുറെ കള്ളക്കണക്കുകൾ ഇങ്ങനെ വന്നിട്ട് നിരത്താന്നുള്ളതല്ലാതെ, അത് ഞാൻ പറയുന്നതല്ല, മറ്റൊരു ചാനലിൽ ഇപ്പൊ ദിവസവും രാവിലെ ഇങ്ങനെ ഒരു പരമ്പരയായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് നിയമനവുമായി ബന്ധപ്പെട്ട്. പിന്നെ ഇവിടെ നടത്തിയ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം, വ്യക്തവും സുതാര്യവുമായ ഒരു അന്വേഷണം തന്നെ നടത്തിക്കൊണ്ട് ഇതിൽ കുറ്റവാളികളുള്ള ആൾക്കാരെ പുറത്തെത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നടത്തും, ആർക്കും പരാതിയില്ല. പരാതി കൃത്യമായ രീതിയിൽ പരാതി ഇവിടുത്തെ പൊതുസമൂഹത്തിനുണ്ട്. ആർക്കും വ്യക്തമായിട്ട് ഇപ്പം ജനങ്ങൾ വ്യക്തമായിട്ട് വന്ന് പരാതി തരണമെന്ന്, ഈ ഗവൺമെന്റിനെതിരെ പരാതി തരണമെന്ന് എന്നെ പോലെ പിന്നെ ധൈര്യമുള്ള ആരും കാണൂലല്ലോ. കാര്യം രക്ഷാപ്രവർത്തനം ഏത് നിമിഷം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. സാധാരണക്കാരന് ഹെൽമെറ്റ് തലയിൽ വെച്ച് നടക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴാണ് ഏത് നിമിഷമാണ് രക്ഷാപ്രവർത്തനം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. എന്നെ പോലെയുള്ള എനിക്കൊക്കെ ആണെങ്കിൽ മരണം എപ്പോഴും വന്നാലും കുഴപ്പമില്ല, വളരെ ധൈര്യപൂർവ്വം നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഈ ഗവൺമെന്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം. ഈ ജനങ്ങളുടെ വിശ്വാസത്തെ തിരുത്തിയെടുക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും കടമയാണ്. അതിനുവേണ്ടി ശക്തവും സുതാര്യവുമായ അന്വേഷണം നടത്തിക്കൊണ്ട് 80 ലക്ഷം കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അന്വേഷണം നേരിടാൻ വേണ്ടി പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രി തയ്യാറാവുകയും അദ്ദേഹം രാജിവെച്ച് മാറി നിന്നുകൊണ്ട് അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി ഈ മന്ത്രിസഭയിൽ തിരിച്ചെത്തണമെന്നാണ് ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കിവിടെ പറയാനുള്ളത്. ശരി, അരുൺകുമാർ മറുപടി. എന്തായാലും ഈ പരാതി എന്ന് പറയുമ്പോൾ ആര് പരാതി കൊടുക്കും എന്നുള്ളതൊക്കെ പ്രശ്നമാണ്. ഈ കോഴ നൽകാമെന്ന് പറയുകയും 22 ലക്ഷം കൊടുത്തു എന്ന് പറയപ്പെടുകയും ചെയ്യുന്നയാൾ പരാതി കൊടുക്കുമോ എന്നുള്ളത് അത് സംശയമാണ്. അത് മാത്രമല്ല പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ളയാളെന്നാണ് ഇതുവരെ അതെല്ലാം കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഒത്തുതീർപ്പ് നടന്നു. ഇതെല്ലാം കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇക്കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഒരു വ്യക്തത പുറത്ത് പറയേണ്ടത് പാർട്ടി തന്നെയാണ്. MV ഗോവിന്ദന്റെ വാക്കുകൾ ഞാൻ അതുകൊണ്ടാണ് ബൈറ്റ് കേൾപ്പിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പാർട്ടി പരിശോധിക്കുന്നുണ്ട് എന്നാണ് കേട്ടോ. അതല്ലാതെ അങ്ങനെ ഒരു പരാതിയില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. മഞ്ജുഷേ, ഇപ്പോൾ ഇവിടെ ശ്രീ MS വിഷ്ണു PSC ഉദ്യോഗാർത്ഥി എന്ന രൂപത്തിലാണ് പങ്കെടുക്കുന്നത്. പക്ഷെ അദ്ദേഹം നന്നായി സംസാരിക്കുന്നുണ്ട്. PSC പരീക്ഷ എഴുതുന്നയാളും PSC ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നയാളുമാണല്ലോ ഉദ്യോഗാർത്ഥി. അദ്ദേഹം പറഞ്ഞത് PSC ഒരു പൊതുമേഖലാ സ്ഥാപനമാണെന്നാണ്.
അദ്ദേഹം ആദ്യം ബേസിക് പഠിക്കണം. PSC എന്ന് പറഞ്ഞ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പൊതുമേഖലാ സ്ഥാപനവും സ്വകാര്യ സ്ഥാപനവും ഭരണഘടനാ സ്ഥാപനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ബേസിക് അദ്ദേഹം ഒന്ന് പഠിക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞത് നവകേരള ബസ് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു എന്നാ. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങൾ ഉള്ളതിൽ ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത ഇന്ത്യ മുഴുവൻ ആ നവകേരള ബസ് യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ എന്റെ സമയമാണ്. താങ്കൾ എനിക്ക് ഇവിടെ ക്ലാസ് എടുക്കണ്ട. താങ്കൾ എനിക്ക് ഇവിടെ ക്ലാസ് എടുക്കണ്ട. ശരി വിഷ്ണു, അരുൺ പറയട്ടെ. താങ്കൾ എനിക്ക് ക്ലാസ് പറഞ്ഞേ പഠിക്കാനാ പറഞ്ഞേ. ഞാൻ പഠിച്ചോളാം. എന്റെ സമയത്ത് എന്ത് ഞാൻ പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ സമയത്ത് എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. താങ്കൾ പഠിച്ചോ. താങ്കളുടെ സമയത്ത് ഞാൻ ഇടപെട്ടില്ല. മാന്യമായി താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞ് ഞങ്ങൾ കേട്ടു. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. രണ്ടാമത് താങ്കൾ പറഞ്ഞല്ലോ 50% കഴിഞ്ഞ 8 വർഷമായി നിയമനം നടത്തിയ ഏതെങ്കിലും ലിസ്റ്റ് ഉണ്ടോന്ന്. താങ്കൾ ഒരു വിദ്യാർത്ഥിയല്ലേ, PSC വിദ്യാർത്ഥി. താങ്കൾ മനസ്സിലാക്കണം, ഒരു ഒഴിവുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ 8 പേരുടെ പേര് പ്രസിദ്ധീകരിക്കും. അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് 100 ഒഴിവുണ്ടെങ്കിൽ 800 പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് സുപ്രീം കോടതി വിധി പ്രകാരം ഇവിടെ PSC പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ഒരിക്കലും 50% നിയമനം നടത്താൻ കഴിയില്ല. ഒരു ലിസ്റ്റ് വന്നാൽ, ലിസ്റ്റിൽ പേര് വന്നാൽ 100% നിയമനം കിട്ടും എന്ന അധമധാരണയുമായി പോകുന്ന ചിലരാണ് ഇത്തരത്തിൽ ഇവിടെ പലതരത്തിലുള്ള ആരോപണം PSCക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും 50% നിയമനം നടത്താൻ കഴിയില്ല. 100 ഒഴിവിന് 800 പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് പ്രസിദ്ധീകരിക്കുക. ആ 100 ഒഴിവെന്ന് പറഞ്ഞാൽ ചിലപ്പോ വരുന്ന കാലങ്ങളിൽ, ഇത്ര വർഷം കാലാവധിയുള്ള കാലങ്ങളിൽ വരുന്ന ലിസ്റ്റ് കൂടി അതിൽ ഉൾപ്പെടും. അത് ചിലപ്പോൾ 150 ആകും, 200 ആകും, ചിലപ്പോൾ 300 ആകും. അല്ലാതെ 50%ലേക്ക് ഉയരാൻ യാതൊരു സാധ്യതയും ഇല്ല. പിന്നെ ഇദ്ദേഹം പറയുന്നത് മറ്റൊരു ചാനലിൽ ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്, PSC നിയമനവുമായി വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ ചാനലുകളിൽ വരുന്ന വാർത്തകൾ ആധികാരികമായിട്ട് വിശ്വസിക്കുന്നവർ, അതിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതുന്നവർ, അവർക്ക് പിന്നെ നിയമനം കിട്ടാത്തതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ചാനലുകൾ എവിടെ നിന്നാണ് വാർത്ത ഒപ്പിക്കുന്നതെന്നും കുറച്ച് കഴിയുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ആ വാർത്തയെ അല്ലാതാകുന്നതും വാർത്ത കാലത്തിന്റെ ചവിറ്റുകൊട്ടയിൽ പോകുന്നതുമെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യയിൽ നടന്ന PSC നിയമനം എത്ര, അതിൽ കേരളത്തിൽ നടന്ന നിയമനം എത്ര ആധികാരികമാണ്. ആ കണക്കുകൾ തെറ്റിക്കാൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ കണക്കുകൾ മുന്നോട്ട് വയ്ക്ക്. ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് നിയമനം ആരംഭിച്ചിട്ടില്ലെങ്കിൽ അത് പറയ്. 51,498 നിയമനം ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുമ്പോൾ അതിൽ 34,110 നിയമനം ഈ കേരളത്തിലാണ്. അതേപോലെ തന്നെ ഏറ്റവും നന്നായി പരീക്ഷ നടത്തി നിയമനം നടത്തുന്ന ഏജൻസിയായി കേരളത്തെ PSCയെ ദേശീയ തലത്തിൽ ആദരിക്കപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാം സുതാര്യമാണെന്നല്ല, എന്ത് പരാതി വന്നാലും അന്വേഷിക്കാൻ, വളരെ കൃത്യമായിട്ടുള്ള മനസ്സോടെ അതിൽ ഇടപെടാൻ, ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ, ഈ PSCയെയും ഗവൺമെന്റിനെയും അപകീർത്തിപ്പെടുത്താൻ ആരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായാലും അത് ശക്തമായിട്ട് സ്വീകരിക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റാണ് നമ്മുടേത്. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച വലിയ ചർച്ചയായി ജയിലിൽ കിടക്കുന്ന പ്രതികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ വിധി വന്നിട്ട് ആ വിധി ശ്രദ്ധയിൽപ്പെടാതെ പഴയ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ലിസ്റ്റിൽപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തില്ലേ? കൃത്യമായി നടപടി സ്വീകരിച്ചില്ലേ? ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയുടെ വിധി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വരണമായിരുന്നു. ഗവൺമെന്റ് തലത്തിലേക്ക് ഒന്നും വന്നില്ല. ഒരു ജയിൽ സൂപ്രണ്ട് കൊടുത്ത ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ഗവൺമെന്റിന് ഒരാളെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല. നിയമത്തിന്റെ വഴിക്ക് പോകും, അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചു പോകും. പിന്നെ ഊഹാപോഹങ്ങൾ വച്ചുള്ള ചർച്ച അത് കുറെ നാളായി തുടങ്ങി. കോഴിക്കോട് വരുന്ന വാർത്തയിൽ ഊഹാപോഹം ഉണ്ടെങ്കിൽ ആ ഊഹാപോഹം ഒഴിവാക്കുന്നതിന് വേണ്ടി അത് പാർട്ടിയും സർക്കാരുമാണ് ശ്രമിക്കേണ്ടത്. കാര്യം മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു, ആ വാർത്ത തെറ്റാണെന്ന് സർക്കാരും പറഞ്ഞിട്ടില്ല, പാർട്ടിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം പൊതുസമൂഹം ചോദിക്കും. ശ്രീ KS അരുൺകുമാർ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷെ താങ്കൾ പറഞ്ഞത് പാർട്ടിയുടെ ശ്രദ്ധയിലേക്ക് ഇത് വന്നിട്ടില്ല എന്ന്. പക്ഷെ പാർട്ടി സെക്രട്ടറി അത് പറയുന്നില്ല, മുഖ്യമന്ത്രിയും അത് പറയുന്നില്ല. ഇക്കാര്യം മാത്രമേ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ മുഹമ്മദ് റിയാസ് മന്ത്രി കോഴ വാങ്ങിച്ചു എന്നൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പിന്നെ അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അക്കാര്യം ഉന്നയിക്കും. കാരണം റിയാസിന്റെ പേര് പറഞ്ഞാണ് എന്നുള്ള കാര്യം ഈ വാർത്തയിൽ ഇടം പിടിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അത് ഉന്നയിക്കും. അതല്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുമുണ്ട്. റിയാസ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ ഇതേക്കുറിച്ച് എന്താണ് അന്വേഷണം നടക്കുന്നത്? ആരാണ് ഇങ്ങനെ കോഴ ആവശ്യപ്പെട്ടത്? ഇതൊന്നും എന്തുകൊണ്ട് വെളിയിൽ പറയുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ സംശയം. അതിനൊറ്റ മറുപടി ഉള്ളൂ. ശ്രീ മഞ്ജുഷ് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് വ്യക്തിപരമായിട്ടല്ലല്ലോ, CPMന്റെ പ്രതീതി എന്ന രൂപത്തിലാണല്ലോ. ഞാൻ പാർട്ടിയുടെ പ്രതീതി എന്ന രൂപത്തിൽ ആധികാരികമായിട്ട് പറയുന്നു. ഈ വിഷയങ്ങൾ പത്രത്തിൽ വന്ന വാർത്ത, ആ വാർത്ത അതിന്റെ ഉള്ളടക്കം പാർട്ടിയുടെ മുന്നിൽ ഇപ്പോൾ ഇല്ല. പാർട്ടിയുടെ മുന്നിൽ അത്തരത്തിലുള്ള ഒരു വിഷയം വന്നിട്ടില്ല. അത് വരുമ്പോൾ കൃത്യമായി തന്നെ വന്നാൽ പരിശോധിക്കും.
ഏതെങ്കിലും തരത്തിൽ അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. ഒരാളെയും സംരക്ഷിക്കുന്ന സാഹചര്യമില്ല. തെറ്റായ വാർത്തയാണോ അത് കൃത്യമായി തന്നെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ഒന്നും മറച്ചു വെക്കേണ്ട സാഹചര്യം പാർട്ടിക്ക്. സെറ്റിലായോ പാർട്ടിക്കുള്ളിൽ ശ്രീ അരുൺകുമാർ? ഏതാണ് സെറ്റിലായോ പാർട്ടിക്കുള്ളിൽ ഈ സംഭവം? മനസ്സിലായില്ല. പാർട്ടിക്കുള്ളിൽ ഈ സംഭവം സെറ്റിലായോ എന്ന്? എന്ത് സെറ്റിലായോന്ന്? അല്ല, പരാതി ആർക്കും പരാതിയില്ല, ആർക്കെതിരെയും പരാതിയില്ല, അങ്ങനെയായോ എന്നാണ് ചർച്ച സംഘടിപ്പിക്കുമ്പോ. അല്ല അപ്പൊ പിന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത പത്രക്കാർ കൊണ്ടുവരട്ടെ, എന്താണ് സോഴ്സ് എന്ന് വെളിപ്പെടുത്തട്ടെ. ഇത്തരത്തിലൊരു വാർത്ത മറ്റേ അന്തരീക്ഷത്തിൽ നിന്നും ഉണ്ടാവില്ലല്ലോ. ഏതെങ്കിലും തരത്തിൽ വാർത്തയുടെ സോഴ്സ് വെളിപ്പെടുത്താൻ അവർക്ക് കഴിയണമല്ലോ, ഒരു വാർത്തയുടെ ആധികാരികത. അത് വരട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ മുന്നിൽ ഇത്തരത്തിലൊരു വിഷയം നിലവിലില്ല എന്ന് പറയുന്നു. മറിച്ചാണെങ്കിൽ നിങ്ങൾ തെളിയിക്കുക, നിങ്ങൾ അതിന്റെ പാർട്ടിയുടെ ഇരുമ്പുമറയ്ക്കകത്ത് അത് തീർത്തിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തെ PSC ജോലി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ഒരു കൊടും നീചപ്രവൃത്തിയായിരിക്കും. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ അഭിജിത്ത്, ആധികാരികമായിട്ട് അരുൺകുമാർ പറയുകയാണ് ഇങ്ങനെയൊരു വിഷയം പാർട്ടിക്ക് മുന്നിൽ ഇല്ല എന്ന്. ശ്രീ അഭിജിത്ത്. അല്ല മഞ്ജുഷ, രണ്ട് മൂന്ന് കാര്യങ്ങൾക്കൊന്ന് സൂചിപ്പിച്ചു പോകട്ടെ. ഒന്ന്, ഊഹാപോഹം വെച്ച് എങ്ങനെയാണ് സമരാഭാസങ്ങൾ നടത്തുക എന്ന് ലോകത്തിനും കേരളത്തിനും ഇന്ത്യക്കും പരിചയപ്പെടുത്തിയ DYFIക്കാരും CPMകാരുമാണ് ഇപ്പോ ഊഹാപോഹങ്ങളുടെ പേരിൽ ഒരു ചർച്ച നടത്തുന്നതിനെ പുച്ഛിക്കുന്നത് എന്ന് കാണുമ്പോൾ ഇവരുടെയൊക്കെ ഒരു അവസ്ഥയെക്കുറിച്ച് ഓർത്ത് സഹതാപം മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പൊ അരുൺകുമാർ നേരത്തെ തൊട്ടേ പറയുന്നു PSC ഇതാ നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ, കേരളത്തിൽ എന്റെ സുഹൃത്തെ വർഷങ്ങളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ കൊടുത്ത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് അഭിമാനമായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷൻ എങ്കിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിയമനങ്ങൾ കൊടുത്ത് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ചേർത്ത് പിടിക്കാൻ 2011ന്റെയും 2016ന്റെയും ഇടയിലുള്ള ഉമ്മൻചാണ്ടി ഭരണകൂടമടക്കം തയ്യാറായി എങ്കിൽ അതൊക്കെ ഒരു സ്വാഭാവിക തുടർച്ചയായിട്ട് നിയമനങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട് അരുൺകുമാറെ. എന്താണെന്ന് അറിയോ? നിങ്ങൾ ചോദിച്ചല്ലോ ഏതെങ്കിലും ലിസ്റ്റിൽ നിന്ന് നിയമനം കൊടുക്കാതിരിക്കുകയാണോ? നിങ്ങളൊക്കെ യുവജനങ്ങളിൽ നിന്ന് എത്രത്തോളം അകന്നുപോയി എന്നതിന്റെ തെളിവായത്. നിങ്ങൾ വെറുതെ ആ ഹയർ സെക്കൻഡറി റാങ്ക് ലിസ്റ്റിലുള്ള ആ റാങ്ക് ഹോൾഡേഴ്സിനെ ബന്ധപ്പെടുക. നോക്കൂ, നിങ്ങളുടെ ഹയർ സെക്കൻഡറി റാങ്ക് ലിസ്റ്റ് 2-3 ഘട്ടമായി അരിപ്പ പോലെ അരിച്ചരിച്ച് PSC പരീക്ഷകൾ നടത്തി സാധ്യതയുള്ള ആളുകളെ എല്ലാം മാറ്റി നിർത്തി ഏറ്റവും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റുകൾ ഉണ്ടായിട്ട് പോലും അതിൽ നിന്ന് നിയമനം കൊടുക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണെന്നേ. ഇവിടെ ഹൈസ്കൂൾ റാങ്ക് ലിസ്റ്റിലടക്കം പലപ്പോഴും റിപ്പോർട്ടുകൾ പല ഓഫീസുകളിലും കടന്നു പോകുമ്പോൾ റിപ്പോർട്ടുകൾ പോലും മുകളിലേക്ക് കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് പോലും പറയുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ മാറുന്നു. ഞങ്ങളൊക്കെ നിരന്തരം ഇതിൽ ഇടപെടുന്നത് കൊണ്ടും റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകളടക്കം നിരന്തരം അവരുടെ ആശങ്കയുമായി ഞങ്ങളെ ബന്ധപ്പെടുന്നത് കൊണ്ടും കൃത്യമായി പറയുന്നു, ഇന്ന് അപ്രഖ്യാപിത നിയമന നിരോധനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, PSC ഇന്നോ ഇന്നലെയോ അല്ലെന്നേ, കുറെ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോയിരുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ അവിടെയാണ് 2016 വരെ, വേണ്ട 2018 വരെ, മഞ്ജുഷ എന്റെ ചോദ്യം കൃത്യമായിട്ട് പറയാം, കാരണം അരുൺ നേരത്തെ ഒക്കെ വലിയ വാദങ്ങൾ നിരത്തുമ്പോൾ അരുണിനോടുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. 2018 വരെ ഭരണഘടനാ സ്ഥാപനമായിരുന്ന പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കൂ, നിങ്ങളുടെ CPMന്റെയും നിങ്ങളുടെ ചില ആളുകളുടെയും ഇടപെടൽ കൊണ്ട് അതിന്റെ സുതാര്യതയും വിശ്വാസ്യതയും തകർക്കുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാ ഉണ്ടായത്? 2019 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട് ആ പ്രതികളുടെ വീട് റെയ്ഡ് ചെയ്തപ്പോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാ ഹാളിൽ നിന്ന് ലഭിക്കുന്ന ഉത്തര പേപ്പറുകളുടെ ബണ്ടിലുകൾ പിടിച്ചെടുക്കപ്പെട്ടു. എവിടെ? ഈ കത്തിക്കുത്തിന് നേതൃത്വം കൊടുത്ത പ്രതിയുടെ വീട്ടിൽ. പിന്നീട് ഒരു അന്വേഷണം കൂടി നടക്കുമ്പോഴാണ് ആ കേസിലെ കൊടും ക്രിമിനലുകളായ ക്ലാസിൽ പോലും നേരാവണ്ണം കയറാത്ത ശിവരഞ്ജിത്ത്, നസീം, പ്രണവ് എന്ന് പറയുന്ന നിങ്ങളുടെ കുട്ടി സഖാക്കൾ, നിങ്ങളുടെ കുട്ടി നേതാക്കൾ CPO സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ചുകൊണ്ട് അതിൽ 1, 2, 23 റാങ്കുകാരായി സ്ഥാനം പിടിച്ച വാർത്ത നമ്മൾ കണ്ടു. നോക്കണം നിങ്ങൾ, അതിന് കുറച്ചുനാൾ ഇവർ ജയിലിൽ കിടന്നു. ശരിയാണ്. ആ കേസിന്റെ കുറ്റപത്രം ഒന്ന് ഹാജരാക്കി
ഈ പ്രതികളെ നിയമവിധേയമായി ശിക്ഷിക്കാൻ പോലും തയ്യാറാകാതെ അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന CPM-കാരും ഈ പറയുന്ന DYFI-ക്കാരും നാണമുണ്ടോ PSC-യെ സംരക്ഷിക്കുന്നവരാണ് എന്ന് പറയാൻ? PSC-യുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളങ്കമുണ്ടാക്കിയവരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്. ആ കേസിന്റെ കുറ്റപത്രം കൊടുത്ത് അഴിക്കുള്ളിൽ കിടക്കേണ്ട ആളുകളെയാണ് ഇന്നും നിങ്ങൾ ഈ പറയുന്ന കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർക്ക് മുൻപിൽ നിങ്ങളുടെ തന്നെ ആളുകളെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അട്ടിമറിക്ക് നേതൃത്വം കൊടുത്ത് നിങ്ങൾ ഇപ്പോൾ ന്യായീകരിച്ചോ? നിങ്ങളുടെ ഈ ന്യായീകരണമൊക്കെ കേരളത്തിന്റെ ഇവിടുത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പാർട്ടിയിലോ സർക്കാരിലോ അങ്ങനെ ഒരു പരാതിയേ ഇല്ല എന്നുള്ള കാര്യത്തിൽ അരുൺകുമാർ ഉറച്ചു നിൽക്കുകയാണ് ശ്രീ അഭിജിത്ത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഞാൻ അതാ മഞ്ജുഷ നേരത്തെ സൂചിപ്പിച്ചത്. DYFI അല്ല, അത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, യുവജന പ്രസ്ഥാനം എന്ന രീതിയിൽ ചെറുപ്പക്കാരുടെ വിഷയങ്ങൾ അടക്കം ഇടപെട്ടിരുന്ന, അടിവരയിട്ട് പറയുന്നു ഇടപെട്ടിരുന്ന DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു ഫാൻസ് അസോസിയേഷനായി അധപ്പതിച്ചപ്പോ ഇതുപോലുള്ള ന്യായീകരണങ്ങൾ നടത്തേണ്ടി വരികയാണ് ഇവർക്ക്. നോക്കൂ, പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പോലും പറയാത്ത ന്യായീകരണമാണ് ഇവിടെ ഒരു DYFI-യുടെ പ്രതിനിധിക്ക് പറയേണ്ടി വരുന്നത്. പാർട്ടി സെക്രട്ടറി പോലും പറയാത്ത ന്യായീകരണം, മുഖ്യമന്ത്രി പറയാത്ത ന്യായീകരണം ഇവർ പറയുകയാണ്. ഇവരെന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് മുൻപിൽ ഇതാ ഇതുപോലെ ഒരു അഴിമതിക്കുള്ള കളമൊരുങ്ങിയിരിക്കുന്നു. 60 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും 22 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്യുന്നു. 22 ലക്ഷം രൂപ തിരിച്ചു നൽകിയിട്ട് എനിക്ക് PSC മെമ്പർ സ്ഥാനം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എന്റെ പണം തിരികെ വേണമെന്ന് പറയുമ്പോൾ മറ്റൊരു പോസ്റ്റിലേക്ക് ഇവരെ പരിഗണിക്കാമെന്ന് പറയുന്നു. അവിടെയും തർക്കങ്ങൾ പരിഹരിക്കാതെ വരുമ്പോ ഏരിയ കമ്മിറ്റിയിൽ നിന്നടക്കം ജില്ലാ കമ്മിറ്റിക്ക് പരാതി പോകുന്നു. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുൻപിലേക്ക് ചോദ്യശരം എയ്യുന്ന ഘട്ടത്തിൽ, ചോദ്യമുന നീളുന്ന ഘട്ടത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരാതി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി എനിക്കൊരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചില്ലല്ലോ. സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ നമ്മൾ ഒന്നുകൂടി അരുൺകുമാറിനെ കാണിച്ചു കൊടുക്കുന്നേ. അവിടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞോ അങ്ങനെ ഒരു പരാതിയില്ല, അത് മാധ്യമ സൃഷ്ടിയാണ്, അത് പുകമറയാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പരിഹരിച്ചോളാം, അതിൽ അഭിജിത്ത് കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടി സെക്രട്ടറി പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വൈകിട്ട് ഈ സമയമായപ്പോൾ അരുൺകുമാർ ഇത് പറയുന്നതെങ്കിൽ അതിനിടയ്ക്ക് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അഭിജിത്ത്. അത് താങ്കൾ നേരത്തെ ചില സൂചനകൾ നൽകിയിരുന്നു. അവിടെ ഈ ഭീഷണിയുടെ കാര്യമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന്. അതാണോ ഇവിടെ സംഭവിച്ചിരിക്കുക? അതാണ് ഞാൻ ചോദിച്ചത്. എല്ലാം സെറ്റിൽ ആക്കിയോ എന്ന്. ഞങ്ങൾ ഇവിടെ പരാതിക്കാരോ അല്ല, നോക്കൂ, ഞങ്ങൾ ഇവിടെ പരാതിക്കാരെ അടക്കം ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരടക്കം ബന്ധപ്പെടുന്ന ഘട്ടത്തിലെല്ലാം പരാതിക്കാർക്ക് ഭയമുണ്ടെന്നേ. ആദ്യഘട്ടത്തിൽ അവർ ധരിച്ചത് പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ്. ഇപ്പൊ ഇനി ജീവന് പോലും ഭയമുള്ള രീതിയിലുള്ള ഭീഷണികൾ അവരെ കാത്തു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവരൊന്നും പുറത്തു വന്ന് പറയാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇത് പുറത്തു വരുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കവും വേണ്ട. ഇതെങ്ങനെയെല്ലാം മൂടി വെക്കാൻ ശ്രമിച്ചാലും, നിങ്ങളുടെ അമിതാധികാര പ്രയോഗം കൊണ്ട് പരാതിക്കാരനെ നിശബ്ദമാക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ നടത്തിയ കേരളത്തിലെ ചെറുപ്പക്കാരെ വെല്ലുവിളിച്ച് ഈ സംസ്ഥാനത്തെ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ തകർക്കാനുള്ള നടപടികൾക്ക് നിങ്ങൾ കോപ്പ് കൂട്ടുമ്പോൾ CPM-കാർ കൃത്യമായിട്ട് കേട്ടോളൂ, ഈ കാര്യങ്ങൾ പുറത്തു വരുന്ന സമയം അതിവിദൂരത്തിലല്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പാർട്ടി സെക്രട്ടറിയുടെ മുകളിൽ പാനലിസ്റ്റ് പോകുന്ന സാഹചര്യം CPM-ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പാർട്ടി സെക്രട്ടറിയുടെ വേർഷൻ, അദ്ദേഹത്തിന്റെ ബൈറ്റ് 2-3 വട്ടം കേട്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും സംസാരം കേട്ടു. അതൊക്കെ പോട്ടെന്നേ, കോഴിക്കോട്ടെ CPM-ലെ അടക്കം പറച്ചിലുകൾ നിങ്ങൾ നോക്ക്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു. 10-45 വർഷക്കാലമായി ഞങ്ങൾ ഭരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം കേന്ദ്രീകരിച്ചുള്ള ഈ കോക്കസിന്റെ പ്രവർത്തനം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഈ കോക്കസ് എല്ലായിടങ്ങളിലും പിടിമുറുക്കുന്നു. അങ്ങനെ പിടിമുറുക്കി കേരളത്തിലെ ലക്ഷോപലക്ഷം ചെറുപ്പക്കാർ ആശ്രയിക്കുന്ന വലിയ മഹനീയമായ പാരമ്പര്യമുള്ള പബ്ലിക് സർവീസ് കമ്മീഷനെ അടക്കം തകർക്കുന്ന രീതിയിലേക്ക് ഈ കോക്കസിന്റെ ശക്തി മാറുന്നെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെ നോക്കി വെല്ലുവിളിച്ച് പിന്നെയും അതിനെ ന്യായീകരിക്കാൻ നിൽക്കാതെ അല്പമെങ്കിലും ഇടതുപക്ഷ മൂല്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാകണം. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണല്ലോ CPM-ന്റെ ഉന്നതനായ ഒരു നേതാവ് പറഞ്ഞത്, ജനങ്ങളിൽ നിന്ന് ബന്ധമില്ലാത്ത CPM പൂതലിച്ചു പോയെന്നാ പറയുന്നത്. നമ്മൾ വാർത്തകളിൽ കാണുന്നത് പൂതലിച്ചു പോയി CPM. ആ പൂതലിപ്പ് എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരുടെ അടക്കം മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അപകടമാണ് CPM-നെ സംബന്ധിച്ച്. ഏരിയ കമ്മിറ്റി അംഗം നടത്തിയ ചില ഇടപെടലുകൾ
കാസർഗോഡ് നടന്നിരിക്കുന്നു. പണമുണ്ടാക്കാൻ വേണ്ടി നടത്തിയ ചില ഇടപെടലുകൾ ഇതിനൊന്നും പാർട്ടിയുടെ പിന്തുണയില്ല. ഇതുകൊണ്ടൊന്നും ഒരു PSCയിൽ ഒരംഗത്തെ നിയമിക്കുകയില്ല എന്നൊക്കെ ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. അതിന് വേറെ രീതിയിലുള്ള ഫോർമാലിറ്റികളുണ്ട്. അത് തീരുമാനിക്കുന്നത് അങ്ങനെ ഏരിയ കമ്മിറ്റിയിലൊന്നുമല്ല. ഇതൊക്കെ പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചു കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ആധികാരികമായിട്ട് തന്നെ അരുൺകുമാറും പറയുകയാണ് പാർട്ടിയിൽ അങ്ങനെ പരാതിയൊന്നുമില്ല എന്ന്. ബാക്കി തെളിയിക്കുവാൻ നമ്മളോടാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വിഷ്ണു, അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം ഈ ചോദ്യത്തിലേക്ക് കടന്നു വരാം. അദ്ദേഹം പറഞ്ഞത് നവകേരള ബസ്സിൽ ഇന്ത്യ മൊത്തം യാത്ര ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഏതായാലും അത് ഞാൻ തിരുത്തുകയാണ്. നവകേരള ബസ്സിൽ കേരളം മൊത്തം യാത്ര ചെയ്യുകയും ബാക്കിയുള്ള സമയങ്ങളിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും വിദേശ യാത്രകൾ നടത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ 8 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം മനസ്സിലാക്കുക. പിന്നെ ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞു ഇന്ത്യയിൽ 29 സ്റ്റേറ്റുകളുണ്ടെന്ന്. ഇന്ത്യയിൽ ഇപ്പോൾ 28 സ്റ്റേറ്റുകളേ ഉള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം എന്നെ ഇവിടെ പഠിപ്പിക്കാൻ എടുത്ത സമയം അദ്ദേഹം ബഹുമാന്യനായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ ഒന്ന് പഠിപ്പിക്കാൻ, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുള്ള 35 സ്റ്റേറ്റുകളുണ്ടെന്നാണ് പറഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പഠിപ്പിക്കാനും ഒക്കെ ഇദ്ദേഹം ആ സമയം ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, 50% നിയമനം നടത്തുന്ന ഒരു റാങ്ക് ലിസ്റ്റും ഇല്ലെന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ഇദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ഗവൺമെന്റ് ആയിട്ടുള്ള മുൻ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ശ്രീ VS അച്യുതാനന്ദൻ സഖാവിന്റെ ഗവൺമെന്റ് ഇരുന്ന സമയത്ത്, കോടിയേരി ബാലകൃഷ്ണൻ ബഹുമാന്യനായ സഖാവ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസ് റാങ്ക് ലിസ്റ്റ് തീർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർത്തെടുത്തിട്ടുണ്ട്. അപ്പം ശ്രീ ബഹുമാന്യായ അരുൺകുമാറിന്റെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരൊന്നും സാമാന്യ ബുദ്ധി ഇല്ലാത്ത ആളുകൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഇവിടെ എനിക്ക് സാമാന്യ ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞ അരുൺകുമാർ ഇതിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ആ ഉന്നതരായിട്ടുള്ള ഭരണകർത്താക്കൾക്ക് സാമാന്യ ബുദ്ധി ഇല്ലെന്നാണോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവരൊക്കെ ഇവിടെ ഭരണകർത്താക്കളായിരുന്ന സമയത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിൽ പോലും ഉൾപ്പെട്ട ആൾക്കാരെ ഫുൾ ലിസ്റ്റ് തീർത്തെടുത്തിട്ടുണ്ട്. അത് ഒന്നാമത്തെ അതുകൂടി സൂചിപ്പിക്കുന്നു. പിന്നെ ഈ അടുത്ത ഇടയ്ക്ക് നടന്ന ഒരു പരീക്ഷ 19/2024 യൂണിവേഴ്സിറ്റി LGS റാങ്ക് ലിസ്റ്റിൽ 6 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. 6 ചോദ്യങ്ങൾ. അതിൽ കുറച്ച് ചോദ്യം, ഒരു 3 ചോദ്യം മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഈ 7 രാജ്യങ്ങളും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി. ഈ ചോദ്യം ഒരു കാരണവുമില്ലാതെ തെറ്റായ ഉത്തരം ശരി ഉത്തരമായി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രസ്താവന രൂപത്തിൽ വന്ന ചോദ്യത്തിൽ തെറ്റായ ഓപ്ഷൻ ശരി ഉത്തരമായി കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ 9 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുവെന്ന് NCERT ക്ലാസ്സിലെ 9ാമത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 1 ഇന്ത്യ സൈസ് ആൻഡ് ലൊക്കേഷൻ എന്ന പാഠത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇനി 34ാമത്തെ ഇത് 34ആണ്. ഇനി 30ാമത് മറ്റൊരു ചോദ്യമുണ്ട്. ഇതേ പരീക്ഷയ്ക്ക് തന്നെ ചോദ്യമാണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജൻ ചേർന്ന് രൂപം കൊണ്ടു. ഈ ചോദ്യം ഒരു കാരണവുമില്ലാതെ ഡിലീറ്റ് ചെയ്തു. ഇനി മറ്റൊരു ചോദ്യം, ചോദ്യം നമ്പർ 66. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ഏത്? ഈ ചോദ്യം കാർബൺ 14 ശരി ഉത്തരം ഉണ്ടായിരുന്നിട്ട് പോലും തെറ്റായ ഉത്തരം ശരി ഉത്തരമായി കൊടുത്തിരിക്കുന്നു. ആറ്റത്തിന്റെ ഘടന 9ാം ക്ലാസ്സിൽ പേജ് നമ്പർ 22 ശരി ഉത്തരം കൃത്യമായി ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാർബൺ 14 എന്നുള്ള ചോദ്യം ആൻസർ കൃത്യമായി ഉണ്ടായിരുന്നിട്ടും തെറ്റായ ഉത്തരം ശരി ഉത്തരമായി കൊടുത്തിരിക്കുന്നു. ഒരസ്ഥി അതേ എക്സാമിൽ തന്നെ 57ാമത്തെ ചോദ്യം, ഒരസ്ഥി മറ്റൊന്നിൽ 2 ദിശകളിലും തിരിയുന്ന സന്ധി ഏത്? അത് കീലസന്ധി. ശരി ഉത്തരം ഓപ്ഷനിൽ ഉണ്ടായിരുന്നിട്ടും തെറ്റായ ഉത്തരം ശരി ഉത്തരമായി കൊടുത്തിരിക്കുന്നു. ഇത് ചലനത്തിന്റെ ജീവശാസ്ത്രം ചാപ്റ്റർ 6. അപ്പോ ഇതെല്ലാം SCERT പാഠപുസ്തകത്തിലുള്ളതാണ്. നേരാവണ്ണം 100 ചോദ്യം തയ്യാറാക്കി ഒരു പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കഴിവും കാര്യപ്രാപ്തിയും ഇല്ലാത്ത ആൾക്കാരെ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ ഇങ്ങനെ കോഴയൊക്കെ വാങ്ങി വെക്കുന്നത് കൊണ്ടായിരിക്കാമെന്ന് ഏതെങ്കിലും സാധാരണക്കാർ സംശയിച്ചാൽ അവരെങ്ങനെ കുറ്റം പറയാം സാർ? അല്ല, ഇവരല്ല ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. അല്ല, ഇവരല്ല. ആ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുള്ള പിഴവാണല്ലോ. ഒരു റിവ്യൂ ആൻസർ കീ പ്രസിദ്ധീകരിക്കാൻ
ഇവിടുത്തെ ഇവര് ഉദ്യോഗാർത്ഥികൾ PSC അംഗങ്ങളായിട്ട് അവർക്ക് വേണ്ടിയുള്ള കോഴയാണല്ലോ. ഇതാണ് ഞാൻ PSC മൊത്തത്തിൽ പറഞ്ഞതാണ്. PSCയുടെ മൊത്തത്തിലുള്ള കാര്യക്ഷമതയും ഇതിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോൾ ശ്രീ അരുൺകുമാർ അദ്ദേഹം വ്യക്തമായി ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രമാണ് ഇതിൽ പ്രതികരിക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ വന്ന സമയം അദ്ദേഹം ബഹുമാന്യ വിദ്യാഭ്യാസ മന്ത്രിയെ ക്ലാസ് എടുത്തിരുന്നെങ്കിൽ ഈ കേരളമെങ്കിലും രക്ഷപ്പെട്ടേനെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. ശരി, അപ്പോൾ ഈ അംഗത്തിന്റെ കാര്യത്തിൽ, ഈ നിയമനത്തിന്റെ കാര്യത്തിൽ അരുൺ പറഞ്ഞതിനോട് താങ്കൾക്ക് യോജിപ്പില്ല എങ്കിൽ പോലും നമുക്ക് ആർക്കും പരാതി, വെളിയിൽ നിന്നൊരു പരാതി വരാത്തത് കൊണ്ട് എന്ത് ചെയ്യാനാവുമെന്നാണ് അരുൺ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ തെളിയിക്കാൻ. അല്ല, അതിനെപ്പറ്റി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം PSC പരീക്ഷ നടത്തുന്നതിൽ നിയമന കാര്യത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ കോഴയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായം എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം മൊത്തത്തിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അഴിമതി ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ സത്യസന്ധരായ രാഷ്ട്രീയ നേതൃത്വം അവർ ഒരു സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ അവർ രാജിവെച്ചതിന് ശേഷം ഈ അഴിമതി ആരോപണം ശക്തമായ ഒരു അന്വേഷണം നടത്തി വ്യക്തമായി അത് തെളിയിച്ചതിന് ശേഷം തിരിച്ചു വരുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ച് ശരി, അരുൺ അവസാനം ഈ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി. അരുണുള്ള സമയമാണിത്, ആരും തടസ്സപ്പെടുത്തില്ല. ശ്രീ അഭിജിത്ത് ഇവിടെ കൃത്യമായി രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രതിനിധി എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് അതേ പറയാൻ കഴിയൂ. കാരണം ഏതെങ്കിലും തരത്തിൽ ഭരണപക്ഷത്തിനെതിരെ വീണ് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളെയും നന്നായി ഉപയോഗിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ കടമയാണ്. അതിനെ ആ രീതിയിലാണ് കാണുന്നുള്ളൂ. പിന്നെ ഈ നീറ്റ് പരീക്ഷയുടെയും നെറ്റ് പരീക്ഷയുടെയും വരെ ചോദ്യപേപ്പർ ചോർന്നതും ആ 20 ലക്ഷം പേര് എഴുതിയ പരീക്ഷ ചോർന്നതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ PSC പരീക്ഷയെ ദുരുപയോഗം ചെയ്യുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കില്ല. കുറ്റപത്രം അന്വേഷണം പൂർത്തീകരിച്ച് കോടതിയിൽ സമർപ്പിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ അതിന്റെ വിചാരണ വൈകിയാൽ അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനല്ല, അത് ആ കോടതിയിലെ കേസിന്റെ പ്രയോറിറ്റിയും അതുപോലെ തന്നെ പെൻഡിംഗ് കേസുകളുടെ എണ്ണം എല്ലാം അനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കില്ല. മറ്റൊന്ന്, കോഴിക്കോട് പലതരത്തിലുള്ള കോക്കസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല, കാരണം അദ്ദേഹം കോഴിക്കോടുകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയുക. ഏതെങ്കിലും തരത്തിൽ അധികാരത്തിന്റെ ഇടനാഴി ഈ ഗവൺമെന്റിനെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അരുണെ, ഒരു മിനി ക്യാബിനറ്റ് ഉണ്ട് എന്നുള്ള ആരോപണം ഇന്ന് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണത്തിന് കുന്തമുന എങ്ങോട്ടാണ് നീങ്ങുന്നത് താങ്കൾക്ക് മനസ്സിലായല്ലോ. ഒരു മിനി ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് റിയാസിലേക്കാണ്. അല്ലല്ല മിസ്റ്റർ മഞ്ജു, അല്ല, അതുകൂടി ചേർത്ത് പറഞ്ഞോളൂ. മിസ്റ്റർ മഞ്ജുഷ്, ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ശ്രീ അഭിജിത്തിന്റെ ചർച്ചയ്ക്കാണ് ഞാൻ മറുപടി പറയുന്നത്. മറ്റാരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാനല്ലല്ലോ ഞാനിവിടെ ഇരിക്കണേ. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് കോക്കസ് എന്ന് തന്നെയാണ്. അങ്ങനെ ഏതെങ്കിലും കോക്കസ് ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിക്കില്ല. എന്തെങ്കിലും ഒരു വിവരമുണ്ടെങ്കിൽ ആധികാരികമാണെങ്കിൽ അത് പറയുക. അത് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് തന്നെ പോകും. ഇവിടെ PSCയെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ സ്വപ്നങ്ങളെ സംരക്ഷിക്കുക. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ. ഈ ഇന്ത്യയിൽ നടക്കുന്ന നിയമനത്തിന്റെ പകുതിയിലധികം കഴിഞ്ഞ വർഷം ഈ കൊച്ചു കേരളത്തിലാണ് നടന്നത് എന്ന് പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ ഈ രണ്ടു പ്രതിനിധികൾക്കും പറ്റിയില്ലല്ലോ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ 3.5 കോടി ജനസംഖ്യയാണ് ഈ കേരളത്തിലുള്ളത്. അതിൽ 19,000 പേർക്ക് നിയമനം ഒരു വർഷം കിട്ടുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. ഈ PSCയെ കൂടുതൽ മുന്നിലേക്ക് കൊണ്ടുപോകണം. കാരണം നല്ല അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ എല്ലാ മേഖലയിലും അവർക്ക് ജോലി കിട്ടുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് PSCയുടെ ലക്ഷ്യം. ഇവിടെ പിന്നെ PSC ഉദ്യോഗാർത്ഥി വിഷ്ണു പറയുന്നുണ്ട്, കഷ്ണം നിങ്ങൾ പഠിച്ച, ഞാൻ പറയട്ടെ, എന്റെ സമയല്ലേ, നിങ്ങൾ പഠിച്ച വിജ്ഞാനം നന്നായി തന്നെ ഈ ചർച്ച കേൾക്കുന്നവരിലേക്ക് എത്തിക്കുന്നത് സന്തോഷമുള്ളൂ. നിങ്ങളെയൊന്നും ഒരു തരത്തിലും നിരുത്സാഹപ്പെടുത്തുന്ന സ്വഭാവമുള്ളവരല്ല. ഞാനും കുറെ PSC പരീക്ഷയൊക്കെ എഴുതി പഠിച്ചു വന്നതാണല്ലോ. കാരണം അതനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ ചോദ്യം തെറ്റോ ഉത്തരം തെറ്റോ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവമാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PSCയെ ആക്രമിക്കാൻ ഉപയോഗിക്കുകയല്ല വേണ്ടത്. ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൂടുതൽ നിയമനം, സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് നിയമനം. അപ്പൊ ഈ ഗവൺമെന്റ് അത്ര നല്ല ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. VS അച്യുതാനന്ദൻ ബഹുമാന്യനായ അദ്ദേഹം, പിന്നെ മുഖ്യമന്ത്രിയും ബഹുമാന്യനായ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിൽ പോലും ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പോലീസിൽ നിയമനം കൊടുത്തത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും നിയമനം നടന്നിട്ടുണ്ട്.
ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നിയമനം നടക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെ താങ്കൾ വളച്ചൊടിച്ച് ഈ ഗവൺമെന്റ് നിയമനം നടത്തിയെന്ന് ഇപ്പോൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അത് ശരിയല്ല. ഞാൻ പറഞ്ഞത് അപ്പൊ എന്നിട്ട് താങ്കൾ എന്താ പറഞ്ഞത്? പിന്നെ എനിക്ക് സാമാന്യ ബുദ്ധി ഇല്ല, 100% നിയമനം നടന്നു, ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ 100% നിയമനം നടന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സാമാന്യ ബുദ്ധി ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോ അന്ന് ആ നിയമനം നടത്തിയ ഭരണകർത്താക്കൾക്കും സാമാന്യ ബുദ്ധി ഇല്ലെന്നാണോ താങ്കൾ പറയുന്നതാണ് ഞാൻ ചോദിച്ചത്. അന്ന് ആ മുൻകാല LDF ഗവൺമെന്റ് ഇത് രാഷ്ട്രീയമല്ല, ഒരു രാഷ്ട്രീയവും കലർത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാര്യവും അതെ. VS അച്യുതാനന്ദൻ, ബഹുമാന്യനായ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലീസ് റാങ്ക് ലിസ്റ്റിൽ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് 100% നിയമനം, സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാർ എന്നപ്പോഴും കൊടുത്തിട്ടുണ്ട്. താങ്കൾ എന്റെ അടുത്ത് ചോദിച്ചത് എനിക്ക് സാമാന്യ ബുദ്ധി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അന്ന് 100% നിയമനം കൊടുത്ത സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് പോലും നിയമനം കൊടുത്തിട്ടുള്ള ബഹുമാന്യനായ താങ്കളുടെ തന്നെ ഭരണകർത്താക്കളെയും നേതാക്കളെയും താങ്കൾ അവമാനിക്കുകയല്ലേ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊ ചെയ്തത്? അതാണ് എന്റെ ചോദ്യം. മിസ്റ്റർ വിഷ്ണു, താങ്കൾ കേൾക്ക്. ഇപ്പൊ എന്റെ സമയത്ത് താങ്കൾ ഇടപെട്ടു. താങ്കൾ പറയുന്ന കാര്യം പ്രേക്ഷകർ കേൾക്കണം എന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ സഖാവ് VS അച്യുതാനന്ദൻ? സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കോട്ട് ചെയ്തല്ലോ. എല്ലാ ഘട്ടത്തിലും 1957-ലും 67-ലും 80-ലും 87-ലും 96-ലും 2006-ലും 2016-ലും 2021-ലും ഇടതുപക്ഷം കേരളത്തിൽ ഭരിച്ചപ്പോഴെല്ലാം ഈ PSCയെ ഏറ്റവും കൂടുതൽ സ്വതന്ത്രമാക്കി കൂടുതൽ ആളുകൾക്ക് നിയമനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തത്. ഒരു ഘട്ടത്തിൽ പോലും PSC ഇടതുപക്ഷം വർദ്ധിപ്പിച്ചിട്ടില്ല. ഇന്ന് കാണുന്ന തരത്തിലേക്ക് അത് ഈ ഗവൺമെന്റ് ക്രിമിനലുകൾക്ക് ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുകയാണ് താങ്കളെ പോലെയുള്ളവർ ചെയ്തത്. എന്നിട്ട് ആ ക്രിമിനലുകൾക്ക് വേണ്ടി ചാനൽ മുറികൾ വന്നിരുന്നത് ന്യായീകരിക്കുകയാണ് താങ്കളെ പോലെ. അതുകൊണ്ടാണ് എന്നെ വാദങ്ങൾ ഖണ്ഡിക്കേണ്ടി വരുന്നത്. എന്റെ സമയത്ത് കയറി എന്റെ സമയത്ത് അല്ലല്ല താങ്കൾക്ക് പച്ചക്കള്ളം താങ്കൾ പച്ചക്കള്ളം ചാനൽ വന്നിട്ട് പറഞ്ഞ എങ്ങനെ പറയാതിരിക്കാം? അരുൺ പറഞ്ഞു. അരുൺ അദ്ദേഹത്തിന് പറയാനുള്ള വാദം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. പച്ചക്കള്ളമല്ല നേരമായി പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം നിങ്ങൾ ശിവരഞ്ജിത്തിന് നസീമിന് പ്രണയത്തിനെതിരെ എന്ത് നടപടി എടുത്തു? ശിവരഞ്ജിത്തിന് നസീമിന് പ്രണയത്തിനെതിരെ നിങ്ങളുടെ ഗവൺമെന്റ് എന്ത് നടപടി എടുത്തു? ചെറുപ്പക്കാരെ നോക്കി നിങ്ങൾ വെല്ലുവിളിക്കല്. ചരിത്രത്തിൽ ഏറ്റവും വലിയ നിയമന നിരോധനം ചോദ്യം ഇതായിരുന്നു. PSC നിയമനത്തിന് കോഴയെന്ന ആരോപണം CPM-ന് പങ്കുണ്ടോ? ഉണ്ട് എന്ന് 88%, ഇല്ല എന്ന് 10%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.